എല്ലാ മീഡിയക്കാർക്ക് വേണ്ടിയിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പത്രത്തിൻ്റെ മാതൃഭൂമി പത്രത്തിൻ്റെ സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫർ ടി.കെ. പ്രദീപ് കുമാറിനോടാണ്. ഒട്ടനവധി ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ പകർത്തിയ ഒരു വ്യക്തി കൂടിയാണത് അല്ലേ? ഒട്ടനവധി ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഒക്കെ തന്നെ. എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ? ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും മാതൃഭൂമിയുടെ യാത്രാ മാഗസിൻ്റെ കവർ ഷൂട്ട് ഇടാൻ വേണ്ടിയാണ്, മൂന്നാറിൽ വെച്ച് ശ്രീകാന്ത് കോട്ടക്കലിനൊപ്പം പോയപ്പോൾ. അന്നത്തെ മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സത്യനന്ദിക്കാടിൻ്റെ പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ ഈ കവർ എടുക്കുന്നത്. ഒരു ചെറിയൊരു തോടുണ്ട്, ആ തോട് മുറിച്ച് കിടക്കുന്ന വെള്ളത്തിൻ്റെ നടുക്കിൽ നിൽക്കുന്ന ഒരു പടമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ തോട് മുറിച്ച് ലാലേട്ടൻ പാൻറ്റൊക്കെ പൊക്കി വെച്ച് തോട് മുറിച്ച് കടന്നു. ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തു. പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് 2-3 അട്ട കടിച്ചിരിക്കുകയാണ് കാലയിൽ. അപ്പോൾ ഞാനൊക്കെ വല്ലാതായിപ്പോയി, കാരണം ബ്ലഡൊക്കെ വരുന്നത്. അപ്പോൾ പുള്ളിക്ക് പക്ഷേ അതൊന്നും പ്രശ്നമില്ല. പുള്ളി അത് അപ്പോൾ തന്നെ മറ്റേ ആളുകളെ കൂടി വന്ന് ആട്ടയൊക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെ അതാണ് ആദ്യത്തെ അനുഭവം. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖമാണ് ലാലേട്ടനോട് ഫോട്ടോ എടുക്കാൻ, ലാലേട്ടന് ഫോട്ടോ എടുക്കാൻ. കാരണം എല്ലാ മീഡിയക്കാർക്ക് വേണ്ടിയിട്ടും ഒരു സിനിമ പോലെ ആ വാർത്താ സമ്മേളനം അവസാനിച്ചു. മോഹൻലാലിൻ്റെ വാക്കുകളും വളരെ പ്രസക്തമായിരുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞ് തനിക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. മോഹൻലാൽ ആഹ്ലാദം പങ്കുവച്ചത് മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തോടുള്ള സൗഹൃദത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും ഇദ്ദേഹത്തിന് കേക്ക് നൽകിക്കൊണ്ടാണ്. എങ്ങനെയായിരുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ലാലേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. എനിക്ക് ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ വളരെ ഇമോഷണലായി പോയി ആ സമയത്ത്. കാരണം അങ്ങനെ വിളിക്കുക എന്ന് പറയുമ്പോൾ